പ്രൊഫസർ റോണി, ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. ആ അവസ്ഥയിലല്ലേ ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കുന്നത്? ഒരിക്കലും അല്ല. കോൺഗ്രസ് സ്വീകരിച്ചു വന്ന ഞങ്ങളുടെ നിലപാടുകൾ, ആ നിലപാടുകൾ ഒരിക്കൽ കൂടി ഉറക്കെ ഈ രാജ്യത്തെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഇന്ന് ലോക്സഭയിൽ ഉണ്ടായത്. അല്ല, ഇനിയിപ്പോ ഡൽഹിയിൽ എങ്ങനെ കേരളത്തിലോട്ട് വരും? എങ്ങനെ കേരളത്തിലോട്ട് വരും? എങ്ങനെ മുൻപത്തുകാരെ ഫേസ് ചെയ്യും? കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി BJP കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിൽ അധികം എങ്ങനെ തമ്മിലടിപ്പിക്കാനാണ് പ്രൊഫസർ റോണി? അതൊന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ പറഞ്ഞു, ഈ വഖഫ് നിയമം പാസ്സാക്കിയത് കൊണ്ട് ഉടനെ മുൻപം വിഷയം പരിഹരിക്കാൻ പറ്റുമെന്നൊന്നും ഉറപ്പു തരാൻ പറ്റത്തില്ല എന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പാർലമെന്റിൽ വ്യക്തമായിട്ടുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകുന്നതോടുകൂടി പുതിയ നിയമത്തിൻ്റെ പരിരക്ഷ പൂർണ്ണമായും മുനമ്പത്തുകാർക്ക് ലഭിക്കുമെന്ന് ഇന്ന് പാർലമെന്റിൽ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കൾ ആ ചർച്ച കണ്ടില്ലേ? കൃത്യമായി തന്നെ മുൻപത്തെ ആ ജനങ്ങൾക്ക് നീതി കിട്ടിയാൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായി തന്നെ ഇതിന്റെ അകത്ത് അറിയാം, BJP ഇതിന്റെ അകത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ ഈ മുൻപം വിഷയത്തെ ഒരു വിഷയമാക്കി മുന്നിൽ നിർത്തി അതിന്റെ പിന്നിലൂടെ തങ്ങളുടെ അജണ്ട ഇവിടെ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി ഉള്ള നാടകം ഇവിടെ ഉണ്ടാക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് പ്രൊഫസർ റോണി, കേന്ദ്രത്തിൽ BJP സർക്കാർ ഉള്ളത് കൊണ്ടല്ലേ സർ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചത്? നിങ്ങൾ 10 വോട്ടിന് വേണ്ടി എന്തൊക്കെ കള്ളങ്ങൾ ഇവിടെ തട്ടിവിട്ടു നോക്കൂ. ഇവിടെ ലൂട്ടിംഗ് നടക്കുകയാണ്. വഖഫ് ബോർഡ് അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ മറവിൽ ലൂട്ടിംഗ്, കൊള്ള നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ആ കൊള്ള പൂർണ്ണമായും തടയുന്നതിന് നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിനെ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? ഞങ്ങൾ ആരെയും ഭയക്കുന്നതല്ല. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ കൃത്യമായി തന്നെ നടക്കുന്ന നുണപ്രചരണങ്ങൾ, ആ നുണപ്രചരണങ്ങളെ എക്സ്പോസ് ചെയ്യുക, തുറന്നു കാട്ടുക, അതിനുവേണ്ടി തന്നെയാണ് കോൺഗ്രസ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല പ്രൊഫസർ റോണി, അതൊന്ന് വ്യക്തമാക്കണം. എന്താണ് അവാസ്തവമായിട്ടുള്ള എന്താണ് പറഞ്ഞിട്ടുള്ളത് BJP? അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്ത് കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്? അതൊന്ന് പറയാമോ? എന്താണ് പറഞ്ഞതൊന്ന് വിശദീകരിക്കാമോ? വളരെ കൃത്യമായിട്ട് തന്നെ ഇവർ പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു ഭരണഘടനാ വിരുദ്ധമായ നിയമം കഴിഞ്ഞ 30 വർഷമായി നിൽക്കുന്നു, അല്ല 1995 തൊട്ട് തന്നെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങളോട് കൃത്യമായി ചോദിച്ചു, ഈ രാജ്യത്ത് കോടതി ഉണ്ടല്ലോ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതി 1995 വഖഫ് നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണെന്നോ അല്ല മത നിയമമാണെന്നോ ഇവിടെ ഈ കോടതി പ്രഖ്യാപിച്ചിട്ടില്ല. 2013 ഈ 1995 നിയമത്തിന് അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അന്ന് പാർലമെന്റ് യുനാനിമസ് ആയിട്ടാണ് അമെന്റ്മെന്റ് പാസ്സാക്കിയത്. അന്ന് BJP കൂടി ഈ അമെന്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് BJPക്ക് ഈ 2013 ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ ഇത് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണെന്നും, അല്ല ഈ പറയുന്ന ഈ രാജ്യത്തെ വഖഫ് ബോർഡുകൾക്ക് ഇവിടുത്തെ ആസ്തിയും അല്ലെ പ്രോപ്പർട്ടിയും മുഴുവൻ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ പറയുന്ന വാദഗതി അതുകൊണ്ട് അന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉയർത്തിയില്ല. അപ്പോൾ വളരെ കൃത്യമായി ഇത് ഓരോ കാലങ്ങളിലും അന്ന് നിങ്ങൾ ഈ പറയുന്ന അമെന്റ്മെന്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഏകണ്ഠമായി അതാണോ നിങ്ങളുടെ പ്രശ്നം? എന്തുകൊണ്ട് BJP എതിർത്തില്ല? അതാണോ നിങ്ങളുടെ വിഷയം? അതല്ല, കാരണം എന്താ, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് മുഴുവൻ പച്ചക്കളങ്ങളാ. പക്ഷേ ഈ അമെന്റ്മെന്റ് കൊണ്ടുവരാനുള്ള നട്ടല് കാണിച്ചത് BJP അല്ലേ സർ? ഇല്ല, ഇതിനകത്ത് നട്ടല് കാണിച്ചതിന്റെ എന്ത് റിസൾട്ട് ഉണ്ട്? ഇവിടെ ഞാൻ ഒറ്റ കാര്യം, ഇവിടെ നിങ്ങൾ ഓരോ കാലകാലങ്ങളെ കൊണ്ടുവന്നു പൗരത്വ ഭേദഗതി നിയമം. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു എത്രയോ ചർച്ചയുണ്ടായി, എത്രയോ സമര പരമ്പരകൾ. എന്ത് സംഭവിച്ചു? ഇന്നിപ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ചോദിച്ചതും അതാണ്. നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളിൽ ഭയം ഉണ്ടാക്കി, ഭയം ജനിപ്പിച്ചു. അതായത് CAA നടപ്പിലായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൗരത്വമൊക്കെ റദ്ദാവും, അവരൊക്കെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പ്രചരിപ്പിച്ചത് കോൺഗ്രസും നാട്ടിലെ ഇടതുപക്ഷമല്ലേ? എന്ത് സംഭവിച്ചു? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ 2 വർഷം കൊണ്ട് എത്ര മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെട്ടു? ചോദിക്കട്ടെ, ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം വന്നിട്ട് നിങ്ങൾ എത്ര പേർക്ക് പൗരത്വം കൊടുത്തു? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന പുറത്തു നിന്നും ഈ പറയുന്ന റിലീജിയസ് പ്രോസിക്യൂഷൻ അല്ല മതപരമായ പീഡനങ്ങൾ കൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളല്ലാത്ത മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മറ്റു വിഭാഗക്കാർക്ക് പൗരത്വം കൊടുത്തു. എത്ര ആളുകൾക്ക് നിങ്ങൾ പൗരത്വം കൊടുത്തു? അപ്പൊ വളരെ കൃത്യമാണെന്താ, കേരളത്തിൽ നിന്നുള്ള ഒരു സ്ത്രീക്ക് പോലും പൗരത്വം ലഭിച്ചത് വലിയ വാർത്തയായി വന്നതാണ്. പ്രൊഫസർ റോണി അതൊന്നും അറിഞ്ഞില്ല. പലർക്കും അർഹതപ്പെട്ട പലർക്കും പൗരത്വം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ യാഥാർത്ഥ്യം വിസ്മരിക്കുകയാണ്.
ഞാൻ വെല്ലുവിളിക്കുകയാണ്, ചലഞ്ച് ചെയ്യുക. നിങ്ങൾ പറ, നിങ്ങൾ ഈ പറയുന്ന 2-3 വർഷമായി പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് പിന്നെ ഞങ്ങളിവിടെ മുഴുവൻ പറഞ്ഞത് നുണയാണെന്നാണ് നിങ്ങൾ നിങ്ങൾ അന്ന് CAA എതിർത്തത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? അതായത് ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം അത് നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാകും, മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ പ്രചരണം നടത്തിയത്, അല്ലേ? എന്നിട്ട് എന്തായി? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായില്ലേ? അതുപോലെ മുത്തലാഖ് നിരോധനം അത് നടപ്പിലാക്കിയപ്പോൾ നിങ്ങൾ എന്ത് എതിർപ്പായിരുന്നു കാണിച്ചിരുന്നത്? അത് പക്ഷേ ഏറ്റവും പ്രയോജനകരമായത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കല്ലേ, മുസ്ലിം സ്ത്രീകൾക്കല്ലേ? അതുകൊണ്ടല്ലേ അവർ ഇന്ന് പാർലമെൻറ്റ് മന്ദിരത്തിന് പുറത്ത് നിന്ന് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കറിയാം, അവർ പഠിക്കുന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവർക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. നിങ്ങളുടെ ഇമാതിരി ഭയപ്പെടുത്തൽ പരിപാടിക്ക് ഒന്നും ഒരടിസ്ഥാനവുമില്ല എന്ന് സാധാരണ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ അടക്കം മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഭയം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ അങ്ങ് മാത്രം ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല, എനിക്കോട് പറയാനുള്ള ഒരു അവസരം പറഞ്ഞോ. കൊണ്ടല്ലോ ഈ 145 കോടി ജനങ്ങളുള്ള രാജ്യത്തെ, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ടല്ലല്ലോ പൂർണ്ണമായിട്ടും ഒരു ഏകാധിപത്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത്. അത് മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. ഇവിടെ ജർമ്മനിയിൽ പോലും, അല്ലെ ഇറ്റലിയിൽ പോലും അവിടെ ഫാസിസം നാസിസം ഒക്കെ വന്നത് 1-2 മാസങ്ങൾക്കല്ല. ഞങ്ങൾ പറഞ്ഞതാ പൗരത്വ ഭേദഗതി നിയമം ഒരു തുടക്കമാണ്. എന്തിന്റെ? NPR NRC പിന്നെ വരാൻ പോകുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞത്, നാഷണൽ പോപ്പുലേഷൻ നാഷണൽ രജിസ്റ്റർ സിറ്റിസൺഷിപ്പ്, ഇത് 2 വരാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ സെൻസസ് നടത്താതിരിക്കുന്നത്. 15 വർഷമായി രാജ്യത്തെ സെൻസസ് നടന്നിട്ട് 2ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ ഒരു സെൻസസ് നടന്നു 1961. 1961 ഇന്ത്യ ചൈന യുദ്ധം നടന്നു, അന്ന് സെൻസസ് നടന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു, അന്ന് സെൻസസ് നടന്നു. പക്ഷെ 2011 16 വർഷമായി സെൻസസ് നടന്നിട്ടില്ല. നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ സെൻസസ് വന്നതിന് ശേഷം ഈ പറഞ്ഞ NPR NRC ഒക്കെ ഈ ഇതെല്ലാം ഓരോ ചൂടുകളാണ്. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വിചാരധാരയിലും അല്ലെങ്കിൽ ഗോൾവാൾക്കറും സവർക്കറും ഒക്കെ അവരുടെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞ RSSന്റെ ആ പ്രത്യയശാസ്ത്രങ്ങളിലും ആ ഇന്ത്യയെ ഒരു ഏകശിലാത്മകമായ ദേശീയതയിലേക്ക് നടത്തുക. ഇവിടെ ഈ പറഞ്ഞ വിചാരധാരയിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ പൗരാവകാശങ്ങൾ പോലും ചോദിക്കാതെ അടിമകളായി കഴിയണം. ഇതിലേക്കുള്ള ചൂടുവയ്പ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു മെരിറ്റ് ഞാൻ പറയട്ടെ. അല്ല പ്രൊഫസർ റോണി, അതല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത്, ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഇതിലൊന്നും പരിഭവമോ പരാതിയോ ഇല്ല. പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നത്? ഈ സാധാരണക്കാരായ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക്, അല്ല പാവപ്പെട്ടവർക്ക് ഇതിനകത്ത് പരാതിയും പരിഭവവും ഇല്ല എന്ന് BJP അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവര് വളരെ അതില്ലാത്തതുകൊണ്ടല്ലേ സാധാരണക്കാർ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ അവർ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകളാണ്. അവർക്ക് അങ്ങനെ യാതൊരു ആക്ഷേപവും ഇല്ലാത്തതുകൊണ്ടല്ലേ അവർ പുറത്തിറങ്ങി ജയ് വിളിച്ചത്. ഇനിയിപ്പോൾ അത് പറയും BJP കൊണ്ടുപോയി നിർത്തിയതാണെന്ന് പറയും. അല്ല, കാരണം ഉത്തർപ്രദേശിലൊക്കെ ഈ യോഗി ആദിത്യനാഥിന്റെ യോഗങ്ങളിലൊക്കെ ബുർക്ക ധരിച്ച അല്ലെ BJPക്കാർ തന്നെ ആളുകളെ അണിനിരത്തിയതിന്റെ നാടകങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായി തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയും TV-യിൽ കൂടെയും ഒക്കെ ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ കണ്ടിട്ടുണ്ട്. അവർക്ക് യഥാർത്ഥ മുസ്ലിം ജനങ്ങളാണോ അല്ലെങ്കിൽ BJP നാടകം കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണെന്നൊക്കെ, അത് അല്ലാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് അതൊന്നും അല്ലല്ലോ ഈ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള. യോഗി ആദിത്യനാഥ് അങ്ങനെ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ 2ാം തവണ അതേ അധികാരത്തിലെത്തുമായിരുന്നോ? അത് കാരണം നിങ്ങൾ ഗുജറാത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഗുജറാത്തിൽ സംഘടനകൾ നാശം നടത്തിയതുകൊണ്ടല്ലോ കഴിഞ്ഞ 25 വർഷമായി BJP ഈ പറഞ്ഞ ഗുജറാത്ത് ഭരിക്കുന്നത്. നിങ്ങൾ അവിടെ വളരെ കൃത്യമായി തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ, അതാണ് ഇപ്പോൾ ഓരോ നിയമങ്ങളിലൂടെ. ഇപ്പോൾ വഖഫ് നിയമമാണെങ്കിലും അപ്പൊ ഇപ്പൊ ഇതിന്റെ ടാർഗറ്റ് കേരളത്തിന് പുറത്ത് ഒരിടത്തും ഈ വഖഫ് നിയമം ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, BJPയുടെ വക്താവിന് മറുപടി പറയട്ടെ. ഈ പറയുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് 3-4 മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഈ ഏകനാഥ് ഷിൻഡെയുടെ ഗവൺമെന്റ്, BJP പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ്, അവർ 150 കോടി രൂപയാണ് മഹാരാഷ്ട്രയിലെ വഖഫ് ബോർഡിന് വേണ്ടി, എന്തിനു വേണ്ടിയാ? നിങ്ങൾ ഈ പറയുന്ന കള്ളരേഖകൾ, നിങ്ങൾ പറയുന്ന കള്ള ഡോക്യുമെന്റുകൾ, മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഡോക്യുമെന്റ്സ് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി 150 കോടി രൂപ കൊടുത്തത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന BJP സപ്പോർട്ട് ചെയ്യുന്ന ഏകനാഥ് ഷിൻഡെ സർക്കാരല്ലേ? അപ്പോൾ ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ ഓരോ നാടകങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങൾ ഈ പറയുന്ന മണിപ്പൂരിൽ പോയി നിങ്ങൾ കുക്കികൾക്കെതിരെ ബെയ്ത്തുകളെ അണിനിരത്തി ബെയ്ത്തുകളെ പറഞ്ഞ് പേടിപ്പിച്ചു. മുഴുവൻ കുക്കികൾ മണിപ്പൂരിലെ സംഘർഷം അവസാനിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രശ്നം.
അല്ല സംഘർഷമല്ല അല്ലെ, അവിടുത്തെ ജനങ്ങൾ അത്രമാത്രം 250 ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. അവിടുത്തെ ആയിരക്കണക്കിന് സ്ത്രീകളെ പരസ്യമായി റേപ്പ് ചെയ്തതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ചു കാണാൻ വേണ്ടിയാ. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഓരോ സ്ഥലത്തും പോയി നിങ്ങൾ നിങ്ങളുടെ വിഭജന രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം, നിങ്ങൾ അവിടെ പോയി ഈ പറയുന്ന അവിടുത്തെ ട്രൈബൽസിനെതിരെ അവിടുത്തെ മെയിൻ ലാൻഡിലുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ജാർഖണ്ഡിൽ പോയി പറയുന്നു അവിടെയുള്ള ട്രൈബൽസ് മൊത്തം നുഴഞ്ഞു കയറ്റക്കാരാണ്, അവിടുത്തെ ജനങ്ങളുടെ നിങ്ങളുടെ സ്ത്രീകളെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമെന്ന് പോയി പ്രചരിപ്പിക്കുന്നു. ഇന്ത്യ പ്രധാനമന്ത്രി തന്നെ പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നവരുടെ കാലുമാല ഉൾപ്പെടെ അവര് പിന്നെ ഈ ആളുകൾ മോഷ്ടിച്ചിട്ട് പോകും. നിങ്ങൾ കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങൾക്ക് അധികാരം, BJPക്ക് അധികാരം. അപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടി ഇപ്പൊ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും അല്ല, നിങ്ങൾക്ക് ഇത്തരം നുണകൾ പ്രചരിപ്പിച്ചിട്ടും അധികാരത്തിൽ എത്താൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായി അതിലുള്ള നിരാശയുണ്ടാവും, അത് നിങ്ങൾക്കുണ്ടാവും, അത് പ്രകടമാണ്. ഞങ്ങൾക്ക് അധികാരമൊന്നുമല്ല പ്രശ്നം. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം, ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കണം, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണം. എല്ലാ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ തന്നെ ഈ ഇന്ത്യയുടെ ഭരണഘടന നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 15, 16, 25, 26, 30 പൗര അവകാശങ്ങളുടെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറയുന്നത് മുഴുവൻ മതകോടതികളാണ്. അതെന്താ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അമെന്റ്മെന്റ് ബില്ലില് ഇന്ന് ലോക്സഭ ചർച്ച ചെയ്ത അമെന്റ്മെന്റ് ബില്ലിൽ പറയാണ് മുസ്ലിം നിയമം അറിയാവുന്ന ഒരു പണ്ഡിതനെ വെക്കാം. ഇത്രയും കാലം നിങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടെന്നത് ഈ മുസ്ലിം നിയമം അറിയാവുന്ന പണ്ഡിതനെ എന്ന് ശരീരത്തിന്റെ ആളാണ്, കാരണം ശരീരത്തെ നിയമത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ മറ്റൊരു കാര്യം, ഈ 9.4 ലക്ഷം ഏക്കർ സ്ഥലം വഖഫ് ബോർഡിലിരിക്കുന്നു. അതിന് ഉത്തരവാദിത്തമുണ്ട്. 8 ലക്ഷം ഏക്കർ എന്ന് പറയുന്നത് ഖബർസ്ഥാനാണ്. ഇന്ത്യയിൽ 25 കോടിയാണ് മുസ്ലിങ്ങൾ. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ സംസ്കരിക്കണ്ടേ? നിങ്ങൾ 9.4 റോണി, എല്ലാത്തിനും ഒരു വെള്ളിയാഴ്ചയും വ്യവസ്ഥയും വേണ്ടേ പ്രൊഫസർ റോണി? ഇപ്പൊ വഖഫ് ബോർഡ് അവർക്ക് എന്തും അവരുടെ അധീനതയിലാക്കാം അവർ വിചാരിച്ചാൽ. അങ്ങനെ ഒരു നിയമം, അതൊരു ഡ്രക്കോണിയൻ ലോ അല്ലേ? അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? അതിനല്ലേ ഒരു സർക്കാർ ഇവിടെ ഇരിക്കുന്നത്. സർക്കാരിന് അത് കണ്ടില്ല എന്ന് നടിക്കാനാവുമോ? അപ്പൊ മാത്രമല്ല നേരത്തെ പ്രിന്റു അത് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഈ വഖഫ് അധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? മുസ്ലിം സമൂഹം തന്നെയല്ലേ, അല്ലാതെ പറയാൻ പറ്റുമോ? ഇപ്പോൾ അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായിട്ട് ഈ വഖഫ് ബോർഡ് എന്നൊരു സംവിധാനത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ആ ഒരു ട്രാക്കിലേക്ക് ഈ സംവിധാനത്തെ കൊണ്ടുവരാൻ നരേന്ദ്രമോദി ഒരു നിയമ ഭേദഗതി അവതരിപ്പിച്ചു, ആ സർക്കാർ അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചതാണ് അല്ലെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവരുന്നതാണോ ഏറ്റവും വലിയ അപരാധമായിട്ട് കോൺഗ്രസ് കാണുന്നത്? നിങ്ങൾ BJP അല്ലെങ്കിൽ മോദി സർക്കാർ നിങ്ങൾ പറയുന്നതൊന്നാണ്, ചെയ്യുന്നതൊന്നാണ്. ഞാൻ വളരെ കൃത്യമായി പറയാം. ഇവിടെ മുഴുവൻ വലിയ ഭീതി ജനങ്ങളുടെ ഇടയിലേക്ക് അഴിച്ചുവിട്ടു. വഖഫ് ആരുടെ ഏത് ഭൂമിയും വേണേലും അവരുടെ വഖഫ് ലാൻഡാണെന്ന് പ്രഖ്യാപിക്കാം. നാളെ നിങ്ങളുടെ ഭൂമി മുഴുവൻ വഖഫിന്റേതായി മാറും. ഈ പറയുന്ന 9.4 ലക്ഷം സ്ഥലം, ഇത് 2 തരത്തിലുണ്ട്. ഞാൻ പറയാം. ഒന്ന് വഖഫായി പ്രഖ്യാപിക്കുന്നത്, 2 വഖഫ് ബൈ യൂസ്. ഈ 9.4 ലക്ഷം ഏക്കർ സ്ഥലത്തിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വഖഫ് ബൈ യൂസ് ആണ്. നിങ്ങൾ ഈ പറയുന്ന അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് വഖഫ് ബൈ യൂസ് ആകാം. ഇപ്പോൾ ഇതുകൊണ്ട് ആർക്ക് നിങ്ങൾ പറയുന്നു ഈ രാജ്യത്തെ പാവപ്പെട്ട മുസൽമാന് അവന്റെ നഷ്ടപ്പെട്ടു പോയ ഭൂമിയിൽ അവകാശപ്പെട്ടും ഇത് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ നീതി കിട്ടാൻ പോകുന്നത് മുസ്ലിം സഹോദരങ്ങൾക്കാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾ വിമർശിച്ചത്, എന്തിനാണോ നിങ്ങൾ ഏറ്റവും മോശമായ കാര്യമായി പറഞ്ഞത്, അതാണ് ഇന്ത്യയിലെ ഈ വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ബഹുഭൂരിപക്ഷ സംഘം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവരുടെ കൈവശമുള്ള അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ്. അതാണ് വഖഫ് ബൈ യൂസ് എന്ന് പറയുന്നത്. അല്ല, അവിഹിതമായി അന്യായമായി ഒന്നും ഉണ്ടാക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത് താങ്കൾ? ഇങ്ങനെ ഞാൻ ഈ രാജ്യത്ത് നിങ്ങൾ പറയുന്നത് എന്താ പറയുക, ഇതിനകത്തൊക്കെ നമുക്ക് കൃത്യമായി വിയോജിപ്പുണ്ട്. നിങ്ങൾ പറയുന്നത് എന്താ പറയുക, ട്രൈബ്യൂണൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നരേറ്റീവ് എന്ന് പറയുന്ന ഒരു കെട്ടുകഥയാണ് ഇത് മുഴുവൻ പ്രചരിപ്പിച്ചത്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. റിട്ട് പെറ്റീഷൻ ഇന്ത്യൻ ഭരണ ഏറ്റവും വലിയ അവകാശം ആർട്ടിക്കിൾ 32 ഡോക്ടർ BR അംബേദ്കർ പോലും ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. കാരണം എന്താ, നമുക്ക് റിട്ട് വഴി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ആർക്കും വേണമെങ്കിലും പോയി ചോദ്യം ചെയ്യാം. നമുക്ക് ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഏത് വിജയം ഇന്ത്യയിലെ ഏത് കോടതിയിലും ഈ അടുത്ത് തന്നെ കണ്ടു കാണും. നമ്മൾ മലബാറിലെ ഏതോ ഒരു പോസ്റ്റ് ഓഫീസിലെ 2 പേർക്കെതിരെ അവിടുത്തെ ഒരു വഖഫ് ബോർഡ് എടുത്ത കേസ് ഹൈക്കോടതി സ്ക്വാഷ് ചെയ്തു. കാരണം കോടതിക്ക് റൈറ്റ് ഉണ്ട്. ഇവിടെ മുഴുവൻ അത് ഇതുമായിട്ട് ചേർത്ത് വായിക്കരുത്, ഇതിൽ കൊണ്ടുവരേണ്ട അതല്ല. അത് ഇപ്പൊ പറഞ്ഞത് പോസ്റ്റ് ഓഫീസിന്റെ കാര്യമാണ്. കേസാണ് വഖഫ് ട്രൈബ്യൂണൽ എടുത്ത കേസിനെതിരെയാണ്. അതിന് കേരള ഹൈക്കോടതിയിൽ വന്ന് കേരള ഹൈക്കോടതി ആ കേസ് സ്ക്വാഷ് ചെയ്തു.
അപ്പോൾ ഇവിടെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവിടുത്തെ വഖഫ് ഇവിടെ വഖഫ് ബോർഡ് മതകോടതി യെസ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ഉത്തർപ്രദേശിൽ BJP ഭരിക്കും ഉത്തർപ്രദേശിൽ അവിടെ വഖഫ് ബോർഡിനെ ആരെ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? BJP ഗവൺമെന്റ് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അല്ലാതെ പാലക്കാട് ശിഹാബ്ദങ്ങളാണോ കേരളത്തിലോ? പ്രൊഫസർ റോണി, പ്രിന്റു ചാലഞ്ച് ചെയ്യുന്നുണ്ട്. താങ്കൾ ഇതുവരെ പറഞ്ഞതിന് ചില മറുപടി അദ്ദേഹത്തിന് പറയാനുണ്ട്.